പിന്നെ മക്കയിൽ ഇവർ രണ്ടുപേരും തിരിച്ചെത്തി. മക്കയെ സംബന്ധിച്ചിടത്തോളം ഖുറൈശികളായ ആളുകൾക്ക് ഇതൊരു അത്ഭുതമായിരുന്നു. കാരണം തങ്ങൾ ഒരു ഗതിയും പരഗതിയും ഇല്ലെന്ന് കരുതിയിരുന്ന, ഒരു ശക്തിയോ ഒന്നുമില്ലാതിന് പദവിയും ഒന്നും ഇല്ല എന്ന് കരുതുന്ന കുറേ ആളുകൾ, കുറേ വിഡ്ഢികളായ ആളുകൾ, ഈ മതം ഉപേക്ഷിച്ച് പോയ ആളുകൾ വേറൊരു രാജ്യത്ത് ചെല്ലുന്നു. അവർ തന്നെ ആദരിച്ചിരുന്ന രാജാവിൻ്റെ അടുത്ത് ചെല്ലുന്നു. അവർക്ക് മുമ്പേ ബന്ധമുണ്ടായിരുന്ന, അവരുമായി നല്ല കണക്ഷൻ ഉണ്ടായിരുന്ന രാജാവിൻ്റെ അടുത്ത് ചെല്ലുന്നു. എന്നിട്ട് ആ രാജാവിൻ്റെ അടുക്കൽ അവർക്ക് വലിയ സ്ഥാനമുണ്ടാകുന്നു. ആ രാജാവ് മുമ്പേ ബന്ധമുണ്ടായിരുന്ന നമ്മളെക്കാൾ അവരെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇസ്ലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിൻ്റെ കാര്യമൊക്കെ അത്രത്തോളം വലിയൊരു കാര്യമായി എന്നവർക്ക് തോന്നി തുടങ്ങി. മറ്റ് രാജാക്കന്മാരൊക്കെ അംഗീകരിക്കുന്നൊരു സ്ഥിതി, തങ്ങളുടെ ഈ കുതന്ത്രങ്ങൾ കൊണ്ട് മക്കയിൽ അവർ പിടിച്ചു നിർത്താൻ അവർ തീരുമാനിച്ച ഈ മതം അവരുടെ പിടിയിൽ ഒതുങ്ങില്ല എന്നവർക്ക് ബോധ്യപ്പെട്ട ഒരു സംഗതി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും അബൂ ത്വാലിബിൻ്റെ അടുത്തേക്ക് വന്നു. മക്കയിലെ പ്രമുഖരായ ആളുകൾ അബൂ ത്വാലിബിൻ്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് അബൂ ത്വാലിബിനെ കുറച്ച് കഠിനമായ ഭാഷയിലാണ് അബൂ ത്വാലിബിനെ അവർ ഭീഷണിപ്പെടുത്തിയെന്ന് തന്നെ പറയാം. അവർ പല കാര്യങ്ങളും പറഞ്ഞു. ഇത് നമ്മൾ നിങ്ങളോട് മുമ്പ് നിങ്ങളുടെ മകനെ നിലയ്ക്ക് നിർത്താൻ പറഞ്ഞിരുന്നു, നിങ്ങളത് കേട്ടില്ല. ഇനി ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവും ഇല്ലാതായി കഴിഞ്ഞാൽ ഞങ്ങൾ അവസാനത്തെ അടവിലേക്ക് നമ്മൾ പ്രയോഗിക്കും. അവരെ സംസാരം അവസാനിപ്പിക്കുന്നത് ഹത്താ യഹ്ലിക അഹദുൽ ഫരീഖൈൻ, ഒന്നുകിൽ നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ, രണ്ടാൾ ചത്തൊടുങ്ങുന്നത് വരെ നമ്മൾ ഈ കാര്യത്തിൽ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നുകിൽ മുഹമ്മദിനെ ഞങ്ങൾ കൊല്ലും, നിങ്ങളെയും ഞങ്ങൾ കൊല്ലും, അല്ലെങ്കിൽ ഞങ്ങളതിൽ മരിച്ചു വീഴണം. അതുവരെ ഇനി യുദ്ധം തന്നെയാണ് എന്ന നിലക്ക് പറഞ്ഞു. അബൂ ത്വാലിബിനെ സംബന്ധിച്ചിടത്തോളം അബൂ ത്വാലിബിന് വലിയ വിഷമമുണ്ടാക്കിയ സംഗതി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബ് വിളിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ത്വാലിബ് പറഞ്ഞു, ഇങ്ങനെയൊക്കെ മക്കയിലെ നേതാക്കന്മാർ എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് എന്നെക്കൊണ്ട് കഴിയാത്തത് മകനെ എൻ്റെ മേൽ നീ വഹിപ്പിക്കരുത്, എൻ്റെ മേൽ നീ കെട്ടിവെക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നിപ്പോയി, അബൂ ത്വാലിബ് എന്നെ കൈയഴിയുകയാണോ, എൻ്റെ കാര്യം ഒഴിഞ്ഞു കളയുകയാണോ, ചുമതലയിൽ നിന്ന് മാറിപ്പോവുകയാണോ എന്ന് തോന്നിപ്പോയി. ആ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസിദ്ധമായ ആ വാചകം പറയും, യാ അമ്മി, അല്ലയോ എൻ്റെ എളാപ്പ, എൻ്റെ പിതൃവ്യ, വല്ലാഹി, അള്ളാഹുവാണ് സത്യം, ലൗ വളഉ ശംസ ഫീ യമീനി, അവർ സൂര്യനെ എൻ്റെ വലത് കയ്യിൽ വെച്ച് തരാമെന്ന് പറഞ്ഞാലും ചന്ദ്രനെ എൻ്റെ ഇടതു കയ്യിൽ വെച്ച് തരാമെന്ന് പറഞ്ഞാലും അൻ അത്രുക ഹാദൽ അംർ, ഈ ദീനിനെ അവർ വിട്ടൊഴിയണം എന്നാണ് അവർ പറയുന്നതെങ്കിൽ ഒരിക്കലും ഞാനിത് ഉപേക്ഷിക്കുകയില്ല. അള്ളാഹു ഈ ദീനിനെ ഏറ്റവും നന്നായി പ്രകടമാക്കുന്നതുവരെ, ഈ ദീനിന് അധികാരം നൽകുന്നതുവരെ, ഔ അഹ്ലിക ഫീഹി, അല്ലെങ്കിൽ എൻ്റെ പ്രാണൻ പോകുന്നതുവരെ ഞാനിത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. മാ തറക്തു, ഞാനിത് ഒഴിവാക്കുകയില്ല എന്ന് പറയുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. റസൂലിൻ്റെ കണ്ണ് നിറഞ്ഞു. പ്രവാചകൻ തിരിച്ചുപോയി. അബൂ ത്വാലിബിൻ്റെ നെഞ്ചിൽ വലിയ ഇടിയാണ് അത് ഉണ്ടാക്കിയത്. അബൂ ത്വാലിബിന് മകനെപ്പോലെ കാണുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത് സഹിക്കാൻ കഴിഞ്ഞില്ല. തിരിഞ്ഞുപോയ റസൂലിനെ തിരിച്ചു വിളിച്ചു. അബൂ ത്വാലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇദ്ഹബ് യബ്ന അഖി, നീ എന്തു വേണം ചെയ്തോ, എൻ്റെ മോനെ നീ എന്ത് ചെയ്തോ, ഫഖുൽ മാ അഹ്ബബ്ത്, നിനക്ക് ഇഷ്ടമുള്ളത് നീ പ്രബോധനം ചെയ്തോ, ഞാൻ നിന്നെ ഒരു കാര്യക്കും ഒരാൾക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല, നിന്നെ പിച്ച് ചിന്തനായി ഒരാൾക്കും ഞാൻ ഏൽപ്പിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ സംഭവം കഴിഞ്ഞു. ഖുറൈശികൾ ഇങ്ങനെ കാതോത്തിരിക്കുകയാണ്. അബൂ ത്വാലിബ് ഇപ്പോൾ മുഹമ്മദിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും, മുഹമ്മദിൽ നിന്ന് പിന്തിരിയും എന്ന ഇപ്പോൾ ഇത് കാത്തിരിപ്പിലാണ് അവർ. പക്ഷേ വീണ്ടും പിന്തിരിയുന്നില്ല. വീണ്ടും അബൂ ത്വാലിബിനെ അടുത്ത് അവർ വന്നു. വീണ്ടും മക്കയിലെ ഖുറൈശികൾ വളരെ കുറച്ച് സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ നടപടിയൊന്നും ഉണ്ടാവുന്നില്ല എന്ന് കണ്ടപ്പോൾ അബൂ ത്വാലിബിനെ അടുത്ത് അവർ വീണ്ടും വന്ന് ഇപ്രാവശ്യം അവരൊരു ഓഫറാണ് അബൂ ത്വാലിബിൻ്റെ മുമ്പിലേക്ക് വെച്ചത്. അവർ അബൂ ത്വാലിബിൻ്റെ അടുക്കൽ വന്നത് വലീദ് ഇബ്നുൽ മുഗീറ. നമ്മൾ നേരത്തെ പറഞ്ഞു, വലീദ് ഇബ്നുൽ മുഗീറ വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു വിമർശിച്ച ഒരാളാണ്, അള്ളാഹു ആക്ഷേപിച്ച ഒരു മനുഷ്യനാണ് വലീദ് ഇബ്നുൽ മുഗീറ. സൂറത്തുൽ മുദ്ദസ്സിറിലൊക്കെ ആയത്തൊക്കെ നമ്മൾ പാരായണം ചെയ്തു. വലീദ് ഇബ്നുൽ മുഗീറയുടെ മകനുണ്ട്, ഉമാറ എന്നാണ് അവൻ്റെ പേര്. വലീദ് ഇബ്നുൽ മുഗീറ നമുക്കറിയാം, സമ്പത്തും സന്താനങ്ങളുള്ള മക്കയിൽ അറിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ മകനെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ സ്ഥാനമുള്ള ആളല്ലോ. ഉമാറ എന്ന് പറയുന്ന ആ പയ്യനെയും കൊണ്ട് അബൂ ത്വാലിബിനെ അടുത്ത് വന്ന മക്കക്കാർ അബൂ ത്വാലിബിൻ്റെ മുമ്പിൽ വെച്ച ഓഫർ ഇതായിരുന്നു, അല്ലയോ അബൂ ത്വാലിബ്, ഈ ചെക്കനെ കണ്ടല്ലോ, ഈ പയ്യനെ നിങ്ങൾ കണ്ടല്ലോ, വലീദ് ഇബ്നുൽ മുഗീറയുടെ മകനാണ്, ഖുറൈശികളിൽ സ്ഥാനവും ആഭിജാത്യമുള്ള മനുഷ്യനാണ്, ഞങ്ങൾ ഇവനെ നിനക്ക് തരാം, ഇവൻ്റെ ബുദ്ധി ഇവൻ്റെ സമ്പത്ത് ഒക്കെ നിനക്ക് കിട്ടും, നിൻ്റെ ഒരു മകൻ പോയി എന്ന് വെച്ച് നിനക്ക് നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല, പകരം മുഹമ്മദിനെ എനിക്ക് തരണം, മുഹമ്മദിനെ ഞങ്ങൾക്ക് വിട്ടുതരണം, ഞങ്ങൾ ഇവനെ കൊന്നോളാം, നിനക്കൊരു മകൻ പോയി എന്നുള്ള പ്രശ്നമാണെങ്കിൽ ഈ ഉമാറ എന്ന് പറയുന്ന ഖുറൈശികളിലെ സുന്ദരനും സുമുഖനും ബുദ്ധിമാനുമായ ചെറുപ്പക്കാരനെ മകനായി നിങ്ങൾക്ക് നൽകാം. അബൂ ത്വാലിബ് അന്ന് പറഞ്ഞ മറുപടി,
നമുക്ക് കാണാൻ കഴിയും, നിങ്ങളുടെ മകനെ ഞാൻ ഭക്ഷണം കൊടുത്ത് പാലൂട്ടി വളർത്താനായി എനിക്ക് തന്നിട്ട് എൻ്റെ മകനെ നിങ്ങൾക്ക് കൊല്ലാനായി ഞാൻ വിട്ടു തരണമല്ലേ എന്നാണ് ചോദിച്ചത് അബൂ ത്വാലിബ്. വിട്ടുകൊടുത്തില്ല. അബൂ ത്വാലിബ് വളരെ വളരെ കഠിനമായി തന്നെ അവരെ നിലപാട് സ്വീകരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ അബൂ ത്വാലിബ് അന്ന് തയ്യാറായില്ല. ഈ ഒരു സംഭവം ഏകദേശം നടക്കുന്നത് നുബൂവത്തിൻ്റെ 6-ാം വർഷം അതിൻ്റെ പകുതിയോളം ആയപ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ രണ്ട് സംഘങ്ങൾ അബൂ ത്വാലിബിൻ്റെ അടുത്ത് വന്ന് ഈ ഒരു സംഭാഷണമൊക്കെ നടത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇപ്പോൾ നമ്മുടെ കണക്കിൽ 46 വയസ്സായി. 46-ാമത്തെ വയസ്സിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണിത്. പിന്നീട് ഈ 46 വയസ്സിൽ തന്നെ ആ വർഷം തന്നെ അവസാനം 2 പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ടായി. ഇസ്ലാമിൻ്റെ ഗതി തന്നെ മാറ്റി തിരിച്ച, ആ അന്നോളം വരുന്ന ഇസ്ലാമിൻ്റെ പോക്കിനെ വളരെ വേഗത്തിലാക്കാൻ ഉതകുന്ന 2 സംഭവങ്ങൾ ആ വർഷം അവസാനമുണ്ടായി. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിവരിക്കാം.